രാവിലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ നമ്മുടെ ലളിതാ സഹസ്രനാമം വെക്കും കേട്ടോ. ടി വിയിലാണ് വെക്കുന്നത്, ഇച്ചിരി സൗണ്ട് വെക്കും. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിച്ചില്ലായിരുന്നു, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ ചായ കുടിച്ചു. കാരണം നല്ല തലവേദനയുണ്ട് അതിൽ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോൾ ചായ കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ആവുമല്ലോ എന്ന് വെച്ചു. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിച്ചു. അത് കഴിഞ്ഞെല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ചു, ഇന്ന് 6:30ആയി. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് ഞാൻ വിളക്ക് കത്തിച്ചു. അതിന് ശേഷം ഞാൻ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഭഗവാന്റെ അടുത്ത് വരെ ഒന്ന് പോയി ഭഗവാനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വെച്ചു. എനിക്കിപ്പോൾ തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് അവരല്ലേ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അവരല്ലേ. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. ഞാനൊരുങ്ങി റെഡിയായി. അപ്പോഴത്തേക്ക് ചൈത്ര വരുന്നെന്ന് പറഞ്ഞാൽ അവളുടെ ഇന്നലെ കതകിനിടയ്ക്ക് വേണ്ടിയിട്ട് നഖം ചെറുതായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എഴുന്നേറ്റ് കുളിച്ചു കേട്ടോ. വയ്യെങ്കിലും എൻ്റെ കൂടെ വന്നു കേട്ടോ, പാവം. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഭഗവാൻ ഒരു തുളസിമാല കൊടുക്കാൻ ചിലപ്പോൾ കെട്ടിക്കൊണ്ട് കൊടുക്കാൻ, ചിലപ്പോൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സംശയമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കൊടുക്കാമെന്ന് തിരുമേനി പറഞ്ഞു കേട്ടോ. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നൊരു ശാന്തതയുണ്ടായിരുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു, നല്ലൊരു ഇതുണ്ടായിരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒരു സമാധാനം കിട്ടി. അവിടെ പ്രാവിൻ്റെ കൂട് പ്രത്യേകം വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പ്രാവ് ഒരുപാടുണ്ടായിരുന്നു, അതിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അവർ കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ ഒരാൾ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു മനസ്സിലൊരാശ്വാസം തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി, വലിയ പൈസയും കാര്യങ്ങളും അല്ല, അങ്ങനൊരിത്. പിന്നെ അവിടെയാണ് ഉത്സവത്തിൻ്റെ എന്തോന്ന് കാളയുണ്ട്, ഇവിടെയൊക്കെ കാളയുടെ ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരുക്കി വെച്ചിട്ടുണ്ട്. തലേന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു തക്കാളിയും കിഴങ്ങും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് തേങ്ങ അരച്ചെടുത്തിട്ടൊരു കറി വയ്ക്കാറുണ്ട്. അപ്പോൾ അത് വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് മുമ്പ് കിഴങ്ങും തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടെ ഞാൻ വഴറ്റി അത് വെന്ത് വന്നപ്പോൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലപോലെ തിളച്ച് കിട്ടണമായിരുന്നു. അങ്ങനെ വെച്ചു. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ വന്നതിന് ശേഷം. പക്ഷെ ഞാനത് വിട്ടുപോയി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ഇടയ്ക്ക് ക്യാമറ ഫോൺ ചരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത് ഞാൻ കാണിച്ചല്ലോ. അതിന് ശേഷം ഞാനിത് പ്രത്യേകം കറി വെക്കുന്നത് എങ്ങനെയാണെന്നായിട്ടല്ല പറഞ്ഞത്, ഞാനിന്ന് വെച്ച കറികളാണത്. അത് തിളച്ചെല്ലാം ഒരു ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി തൈരൊഴിച്ചു. തൈര് ഞാൻ ചേർത്ത് നോക്കിയതാട്ടോ, എങ്ങനെ ഉണ്ടാക്കുക അറിയാൻ വേണ്ടിയിട്ട് ചിലർ ചേർക്കുമായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ നോക്കിയതാണ്, ഇവിടെ അങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നോക്കിയത് കുഴപ്പമില്ലായിരുന്നു, ആവശ്യം പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ പാവയ്ക്ക ഉണ്ടായിരുന്നു, പാവയ്ക്ക കഴിഞ്ഞ് മെഴുക്കുവരട്ടി വെച്ചു. അപ്പോൾ അത് വേവാനായിട്ട് വെച്ചു. അതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടണമായിരുന്നു, കടുക് വറുത്തിട്ടു. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാണ്ട് അടുക്കളയൊക്കെ ക്ലീനാക്കി. എന്തോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തോ ഒരു ഇതുണ്ട്, സന്തോഷമുണ്ട്. അങ്ങ് വലിയ പണക്കാരോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും ആവുമെന്നല്ല, നമുക്ക് ആരുടെയും കാര്യങ്ങൾ തിരക്കാനും എടുക്കാനും ഒന്നും പോകാതെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ജോലികളും ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് സുഖമാണെന്നറിയാമോ, നമുക്കൊരാശ്വാസം അതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ക്ലീനെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഉള്ള പാത്രം കഴുകി വെക്കും. അപ്പോൾ ഇടയ്ക്ക് ചൈത്ര വിളിച്ചിട്ടുണ്ടെന്ന് അവിടെ കാലിൽ മാറ്റി കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് അത് അഴിച്ചിട്ട് ഒന്ന് കാറ്റ് കൊള്ളട്ടെ, എന്നിട്ട് ഞാൻ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവളങ്ങ് പോയി. അല്ലെങ്കിൽ എനിക്ക് പാത്രമൊക്കെ കഴുകിത്തരി സഹായിക്കുമായിരുന്നു. അങ്ങനെ ഇത്രയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ, അവധിയല്ലേ. അപ്പം നാളെ ഇനി അവൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് പോകണം, ചൈത്രയുടെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മെഴുക്കുവരട്ടി ഏകദേശമൊക്കെ വെന്ത് വന്നു, കുറച്ചും കൂടി മൂക്കാനുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ അവിടെ ഇങ്ങനെ അന്ന് ഞാൻ കാണിച്ച സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പഴം അത് ഇരുന്നത് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കൊണ്ട് കൊടുത്തു. പക്ഷെ അവൾക്ക് അതൊരു കവർപ്പുണ്ടെന്ന് പറഞ്ഞ് കഴിച്ചതിന്. പഴുത്തല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പഴുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ അവൾക്ക് അത്ര സുഖിച്ചില്ല. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല, കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു കവർപ്പുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ.
അല്ലാതെ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കാല് മരുന്ന് വെച്ച് കൊടുത്തു. പാവം നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ലപോലെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. 32 പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു നാവല്ലേ പിഴയ്ക്കും. അപ്പോൾ അത് ഞാൻ മരുന്ന് വെച്ച് കൊടുത്തപ്പോൾ മറ്റേ ബാൻഡേഡ് ഒട്ടിച്ചാൽ മതി. അങ്ങനെ മരുന്ന് വെച്ച് കരിഞ്ഞു കേട്ടോ, നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇളകുവാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ കുഴപ്പമില്ല, എല്ലാം ക്ലിയറായി. നമുക്ക് ഇന്നലെ നടക്കാനേ വയ്യായിരുന്നു പാവത്തിന്, പക്ഷേ ഇന്ന് കുഴപ്പമില്ല. രാത്രി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വേദനയൊക്കെ മാറിയെന്ന് പറഞ്ഞ് ഇന്ന് റെഡിയായി. അങ്ങനെ ഉള്ള മരുന്നൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയാകാറായി. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കണമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അതപ്പോഴത്തേക്ക് നമ്മുടെ മിത്ര എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇത്ര മതിയല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഇങ്ങനെ അമുക്കുമ്പോഴത്തേക്ക് കിടന്ന് കരയും നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക്. അത് കുഴപ്പമില്ല മേനോ. അങ്ങനെ മിത്രയും ഞാനും കൂടെ പിന്നെ എന്ത് ചെയ്യുന്നു, അവൾ അമ്പലത്തിൽ വന്നില്ലല്ലോ, ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിക്കാമെന്ന് വിചാരിച്ച്. അവൾ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകുമ്പോൾ അവിടെ കയറാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മെഴുകുതിരി കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കത്തിച്ചപ്പോൾ എല്ലാവരും ഒരുപോലല്ലേ. എനിക്ക് എല്ലാ ദൈവങ്ങളെയും ഒരുപോലെയാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലും പോകാറുണ്ട്. പിന്നെ ഇവിടെ അടൂരൊരു പള്ളിയുണ്ട്, മരുതമൂട് പള്ളിയിൽ നിന്ന് അവിടെ പോകാറുണ്ട്. പിന്നെ കൃപാസനത്തിൽ ഇതുവരെ പോയിട്ടില്ല, പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് ക്ഷേത്രത്തിൽ കൊടുക്കാൻ ഇച്ചിരി പൂ കിട്ടിയായിരുന്നു, അത് തീർത്ത് വെച്ചു, അടുത്ത ക്ഷേത്രത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എനിക്ക് പച്ചക്കറിയുടെ വാങ്ങിക്കണമായിരുന്നു, അത് വാങ്ങിക്കാനായി പോയി. അത് വെയിലുണ്ടായിരുന്നു. അപ്പം വെയിലത്ത് കുഴപ്പമില്ല, മഴ പെയ്തുകൊണ്ട് വലിയ ഇത് തോന്നിയില്ല, ഇന്നലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയി, നാളത്തേക്ക് വേണമല്ലോ. മറ്റേ അവൾ പോവായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, സാരമില്ല, നമ്മൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഏതും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ടാറ്റാ.